നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു വാരഫലത്തിൽ ഈ വരുന്ന ആഴ്ച നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല, 2ാം ഭാവത്തിൽ ഇടവത്തിലും ഗ്രഹങ്ങളില്ല, മിഥുനത്തിൽ ചന്ദ്രൻ വ്യാഴത്തോടു കൂടി സ്ഥിതി ചെയ്യുന്നു, 5ാം ഭാവം അതായത് ചിങ്ങത്തിൽ കേതു, മകരത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, ബുധൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇവിടെ 3 ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുത്തിട്ടുണ്ട്. ചൊവ്വ ഉച്ചസ്ഥനായി മകരത്തിൽ നിൽക്കുന്നു, എങ്കിലും ചൊവ്വയ്ക്കും ബുധനും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ. ചന്ദ്രൻ ബലവാനായി വ്യാഴത്തോടുകൂടി യോഗകാരകനായി ഒരു കേസരി യോഗം ചെയ്ത് നിൽക്കുന്നു. ഇതാകുന്നു ഇവിടുത്തെ താൽക്കാലിക ഗ്രഹസ്ഥിതി. ഒരു വാരക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ചിങ്ങൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ കേതുവാണ്, 6ാം ഭാവത്തിലാണ് സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും, 7ൽ രാഹു, അഷ്ടമത്തിൽ ശനി, 11ാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും. ഈ ഒരു വാരം ഗർഭിണികൾക്ക് ഗർഭം ധരിക്കാനൊക്കെ വളരെ നല്ല സമയമാണ്. IVF ചികിത്സ ചെയ്യുന്ന ദമ്പതികൾക്കും വളരെ നല്ല സമയമാണ്. കാരണം ചന്ദ്രനോടുകൂടി വ്യാഴം നിറഞ്ഞു നിൽക്കുകയാണ് 11ാം ഭാവത്തിൽ. അതൊരു നല്ല യോഗമാണ്, കേസരി യോഗമാണ്. ചന്ദ്രനും വ്യാഴം ഒന്നിച്ച് വന്നാൽ കേസരി യോഗമാണ്. ദ്വിഗ്രഹ യോഗവും നല്ലതാണ്. പുതിയധ്യക്ഷ സജീവേ ഭവതി നരപതി പ്രാപ്തവിത്തോ ദ്വിജോവ, രാജാവിന് ധനം കിട്ടുക. പക്ഷെ ഇവിടെ കർമ്മമേഖലയിൽ അശാന്തത നിലനിൽക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഇവിടെ കർമാധിപനായ ശുക്രൻ വളരെ ദുർബലമായി 6ാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു. കർമ്മത്തിൽ തടസ്സം, കർമ്മ വിഷയവുമായി ബന്ധപ്പെട്ട ധാരാളം പാരകൾ ഉണ്ടാവുക, അങ്ങനെ തന്നെ ജോലി നഷ്ടപ്പെടുക, ജോലിയുള്ള ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരും. ഇവിടെ നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംബായസം ചെയ്യണം. ശത്രു സംഹാര കുരുതി ചെയ്യുക, അല്ലെങ്കിൽ കർമ്മമുട്ടി ചെയ്യുക. എന്തെങ്കിലും ചെയ്ത് ഈ ഒരു പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം ചിങ്ങൻ രാശിക്കാരെന്ന് പ്രത്യേകം നിർദ്ദേശിക്കട്ടെ. സഹോദരങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. സഹോദര ഗുണം അല്ലെങ്കിൽ തന്നെ അടുത്തുള്ള സഹായികളെ കൊണ്ട് ഗുണം വളരെ കുറയും. ദാമ്പത്യത്തിലും അത്ര സ്വസ്ഥമല്ല. 7ൽ രാഹുവും 7ാം ഭാവാധിപനായ ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നു. അതിനാൽ അത്ര നല്ലൊരു അനുകൂലമായ അവസ്ഥയല്ല ഈ ഒരു വാരം. ഞാൻ പറഞ്ഞു, പഠിതാക്കൾക്ക് ഏറ്റവും നല്ലതാണ്. ഉപരിപഠനം, ഹയർ സ്റ്റഡീസ്, ഇതുമായി ബന്ധപ്പെടുന്ന സാമ്പത്തിക വിഷയത്തിലൊക്കെ രേഖ സമർപ്പിക്കുമ്പോൾ പാളിച്ചകൾ ഉണ്ടാകും, തിരിച്ചു വരേണ്ടി വരും. അത് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? സന്താന വിഷയം. തൻ്റെ മക്കളുടെ പഠനവും അവരുടെ ഭാവിയുമായി ബന്ധപ്പെടുന്ന വിഷയം വളരെ നല്ലതായിരിക്കും. അതിനുവേണ്ട ധനസമാഹരണങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന സമയമാണ്. പലപ്പോഴും തന്നെ രേഖാപരമായ വിഷയങ്ങൾ വന്ന് നമ്മുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുക, ഇങ്ങനെയുള്ള സമയവും കൂടിയാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.